Hello guys. Hello. Meadows പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് Mangomeadows. Mangomeadows നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. വേൾഡിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എനിക്ക് അറിയത്തില്ല ഇത് എത്രമാത്രം ശരിയുണ്ടെന്ന്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. It's not a game, it's a rich thing. സാറ്റർഡേ സൺഡേ 400 ആണ്. ബാക്കി ദിവസങ്ങളിൽ 350 വെച്ചിട്ട് വരണേ. നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റൈഡ്സ് ഇതെല്ലാമാണ്. ആരോ ഷൂട്ട്, സൈക്ലിംഗ്, ഗോക്കാട്ട്, വാട്ടർ വീല്, പെഡൽ ബോട്ട്, കുട്ടവഞ്ചി, ആർച്ചറി, ഫിഷിങ്, സ്വിമ്മിംഗ് പൂള്, ട്രാംപോലൈൻ, വുഡി റൈഡ്, പെൻഡൽ റൈഡാണ് വരുന്നത്. നമുക്ക് എക്സ്ട്രാ വരുന്ന ടിക്കറ്റ്സ് ടോൾഡി സിനിമ, ഷിക്കാര ബോട്ട്, ബസ്, ട്രെയിന്, ഫിഷ് ഫീഡ്, പോട്ട് മേക്കിംഗ്. ടോൾഡി സിനിമയ്ക്ക് നമുക്ക് പെർ ഹെഡ് വരുന്നത് 100 ആണ്. പിന്നെ ഷിക്കാര ബോട്ടിങ് 100, പിന്നെ ബസ്, ട്രെയിന്, ബസ്സിന് 25, ട്രെയിൻ ആകുമ്പോൾ 50, ഫിഷ് ഫീഡിന് 20 റുപ്പീസ്, പോട്ട് മേക്കിങ്ങിന് 100. ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കാണ്. ഇവിടെ 4700 സ്പീഷ്യസ് മെഡിസിൻ പ്ലാന്റുകളും ചെടികളുമുണ്ട്. അവ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു ഗൈഡിംഗ് ഉണ്ട്. ഗൈഡിങ്ങിന് ശേഷമാണ് ആക്ടിവിറ്റീസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത്. സ്വിമ്മിംഗ് പൂള്, ആർച്ചറി, പെഡൽ ബോട്ട്, സൈക്ലിംഗ്, ഗോക്കാട്ട്, കുട്ടവഞ്ചി, വുഡി റൈഡ്, ഇതെല്ലാം നമ്മളെടുത്തിരിക്കുന്ന എൻട്രി ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡാണ്. എക്സ്ട്രാ പേയ്മെന്റ് വരുന്നത് ഈ റിക്ഷ, ബസ്, ട്രെയിൻ, ഷിക്കാര ബോട്ട്, പ്രൈവറ്റ് പൂള്, ഫുഡ് ഐറ്റംസ്, 20 ലിറ്റർ. ഇനി നമുക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് ഈ റിക്ഷ ഗൈഡിംഗ് ആയിട്ട് 250 ആണ് ചാർജ്. നമുക്ക് അരമണിക്കൂറത്തേക്ക് ഗൈഡോടുകൂടി. ഗൈഡിങ്ങിന് ശേഷം റൈഡിംഗ് ആയിട്ട് പാർക്കുള്ള ഒരു എൻട്രിമെന്റ് വിളിച്ചിട്ട് കാണാം. ഡബിൾ ഡെക്കർ ബസ്സിനകത്താണെങ്കിൽ 25 രൂപ, ട്രെയിനിലാണെങ്കിൽ 50 രൂപയാണ് ചാർജ്. പബ്ലിക് പൂൾ ഇവിടെയാണ്. പൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 11 തൊട്ട് 4:45 വരെയാണ് പൂളിന്റെ ടൈം. അതിനോടൊത്ത് പോന്നാലും 1 മണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. 5 മണിക്കാണ് പാർക്കിന്റെ ക്ലോസിംഗ് ടൈം. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് ഗൈഡ് കൊണ്ടുവരുന്നത് കാണിച്ചു. അപ്പോൾ നമ്മുടെ ഗൈഡ് ഓൾറെഡി നമ്മൾ വിളിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ അവരുടെ കൂടെ പോയിട്ട് അവർ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരികയും കാര്യങ്ങളെ
പറ്റിയില്ല, കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമുക്ക് അധികം സമയം ഒന്നിനും ചിലവാക്കാനല്ല, ഓൾറെഡി സമയം ഒത്തിരി ലേറ്റ് ആയി. ഇപ്പം സമയം ഏകദേശം 2:30, കറക്റ്റ് 2:30 കേട്ടോ. അപ്പോൾ ഈ 2:30ക്കാണ് നമ്മുടെ ഫുഡ് ബുക്ക് ചെയ്തിരുന്നത്. നമുക്ക് വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഫുഡ് കൗണ്ടറിൽ നിന്ന് അവിടെ നമുക്കൊരു സ്ലിപ്പ് കിട്ടും. അപ്പോൾ ഒരു സീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2:30 ടൈം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ സാധനങ്ങൾ വെച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ പോയി നോക്കിയിട്ട് ഓടി വരാം. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ കേട്ടോ. ഈ നമുക്ക് KFC ഒക്കെ പോലെ തന്നെ MFC എന്തെങ്കിലും പോക്കോട് വാങ്ങിക്കാം. നമ്മളിത് വന്ന ആ തുടക്കമുള്ള ഭാഗത്ത് തന്നെയാണ് നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റിലാട്ടോ. ഇത് ചെറിയ റെസ്റ്റോറൻറ്റ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറിയേക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് വരുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ട് നമ്മൾ നോക്കിയിട്ട് പറയാം. നമ്മൾ ഇവിടുന്ന് മെനു ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കറിയിൽ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ മോരുകറി, പിന്നെ സാമ്പാർ, രസം, അതുപോലെ തന്നെ ക്യാബേജ് തോരൻ, അവിയൽ, പിന്നെ പായസം എന്ന് പറയുന്നത് സേമിയ പായസമാണ്, പിന്നെ തൈര്, പിന്നെ നമ്മുടെ പൈനാപ്പിൾ പച്ചടിയാന്ന് തോന്നുന്നു, പിന്നെ നമ്മുടെ അച്ചാർ. അതോടൊപ്പം തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിയിട്ടുള്ള കരിമീൻ ഫ്രൈ, അതുപോലെ നമ്മൾ ബീഫ് ഫ്രൈ കേട്ടോ. അവരവിടെ നിന്ന് തകർത്ത് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. എല്ലാരും കൂടെ തകർത്തടിച്ചോണ്ടിരിക്കുക. ചേട്ടാ ബീഫ് ഒക്കെ ചേട്ടാ കറികൾ ഇഷ്ടപ്പെട്ടോ? ഇവിടുത്തെ ഫുഡിന് പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ ബീഫ് ഫ്രൈ ആണ്. ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ടാക്കുന്ന ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ഈ ബീഫ് ഫ്രൈയും ഒരു കഷ്ണം തേങ്ങാക്കൊത്തും സവാള എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ഫീൽ തന്നെ. ഭക്ഷണം എനിക്കും ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഭക്ഷണമല്ലേ? നിങ്ങൾക്ക് എല്ലാവരുടെ അഭിപ്രായം എന്താ? അമ്മ എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ലതല്ലേ? അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടമായി. നല്ല അടിപൊളി കരിമീൻ. ആഹാ, പിന്നെ ഫ്രൈ ഇടണം. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അതിനകത്ത് കറികളൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയാൻ നമ്മളെ പുളിശ്ശേരി അല്ലെങ്കിൽ മോരുകറി എന്ന് ചിലർ പറയും. നല്ല ടേസ്റ്റ് ആയിരുന്നു അത്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പായസമായിട്ട് നമ്മൾ 2ാമത് വാങ്ങിച്ചു. അടിപൊളി പായസം, സേമിയ പായസമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള കറികളിൽ നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിച്ച ഐറ്റംസ് നമുക്ക് ബീഫ് ഫ്രൈ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ബീഫ് ഫ്രൈ ഒക്കെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. പിന്നെ സംഭവം എല്ലാം അടിപൊളിയായിരുന്നു. ഇതിലും ഫുഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബില്ല് വന്നിട്ടുണ്ടാവും. ബില്ല് കണ്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. കൂടുതലൊന്നുമല്ല, നമുക്ക് 6 പേര് ഫുഡ് കഴിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ കരിമീൻ ഫ്രൈ ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, മീൽസ്, ഇതെല്ലാം കൂടെ കൂടിയിട്ട് പോലും നമുക്കെന്ന് പറയുന്നത് പ്രൈസ് 1020 രൂപ വന്നിട്ടുള്ളൂ. അതായത് കരിമീൻ ഫ്രൈക്ക് വെറും 100 രൂപ. വെറും 100 രൂപ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, അത് എത്ര കുറവാണ്. അതോടൊപ്പം തന്നെ ബീഫ് ഇത് കോക്കനട്ട് ഫ്രൈ, നല്ല രീതിയിൽ കോക്കനട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 200 രൂപ. പിന്നെ മീൽസ്, ഒരു മീൽസിന് 120 രൂപ ഈടാക്കിയിരിക്കുന്നത്. അതിനകത്ത് നിന്ന് താലി മീൽസ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതിൻ്റെ കൂടെ നമുക്ക് പായസമൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ല മീൽസായിരുന്നു. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫുഡ്. അതിൽ ഈ പ്രൈസ് ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ പ്രത്യേകം പറയാനായിട്ട് തീരുമാനിച്ചതിൻ്റെ കാരണം അതായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ബൈബിളിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ സ്റ്റാച്യുവിൻ്റെ മുമ്പിലാണ്. ഇതുപോലെ തന്നെ വിവിധ ജാതി ആളുകളുടെ കാവ്, ഹിന്ദു മതത്തിനാണെങ്കിൽ കാവുണ്ട്, അല്ലാതെ മുസ്ലിം സമുദായത്തിനാണെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം, അങ്ങനെയൊക്കെ എല്ലാം ഇവിടെ അറേഞ്ച്ഡാണ് കേട്ടോ. ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുട്ട നിർമ്മിക്കുന്നുണ്ട്, അവിടെ ഒരു പോട്ട് മേക്കിംഗ് നടത്തുന്നുണ്ട്, അതുപോലെ കയറ് നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻക്ലൂഡാണ്. ഈ ഇവിടുത്തെ ഈ ഒരു ATMൻ്റെ പ്രത്യേകത എന്നുണ്ട്, വാട്ടർ ATM എന്ന് പറയും. അത് നമുക്ക് 10 രൂപ എങ്ങാണ്ട് നാണയം വെച്ചിട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ വെള്ളം കിട്ടും. അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ അവിടെ. പിന്നെ ചേട്ടായി പോയി ആ സമയം കൊണ്ട് സൈക്കിളെടുത്തു. 100 ഡെപ്പോസിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ അവർ അരമണിക്കൂർ നമുക്ക് ചവിട്ടാൻ തരും. നമ്മളത് തിരിച്ചു കൊടുക്കുമ്പോൾ സൈക്കിളിൻ്റെ 100 രൂപ നമുക്ക് തിരിച്ചു തരുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ കയറ് നിർമ്മിക്കുന്ന രീതി. കയറ് നിർമ്മിക്കുന്ന രീതി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദ്യമായിട്ടാണ് കയറ് നിർമ്മിക്കുന്നത് കാണുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇവർ കയറ് നിർമ്മിക്കുന്ന, ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് കണ്ട് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാം. അതായത് കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട്, ഈ പഠിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഒരുപാട് ഉപകാരപ്രദമാക്കി. ഇത് എനിക്ക് തോന്നുന്നു ചിരട്ട വെച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണെന്ന്. കുറച്ച് ഫ്ലവേഴ്സ് പോലെയൊക്കെ ഒരു ഹോം ഡെക്കറേഷനൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും.
ഇതാണ് ഈ കോഴി വളർത്തുന്ന സ്ഥലം. അപ്പോൾ ഈ കോഴിയുണ്ട്, അതുപോലെ തന്നെ പശു, വിവിധ ഇനം പശുവിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞതൊരു ഈ പറയാം, നമ്മളെപ്പോഴും കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള പോലെ, അല്ലെങ്കിൽ കൊച്ചു പിള്ളേർക്കൊക്കെ പഠിക്കാനൊക്കെ ഉള്ള പിള്ളേരെ കൊണ്ടുവന്നാൽ ഭയങ്കര നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഈ കൊച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങിയ പിള്ളേർ ഓരോ പക്ഷീനെ കാണിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സമയമുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഇതൊക്കെ പഠിക്കാൻ ഒരുപാട് പ്രയോജനപ്രദമായിരിക്കും. അതുപോലെ നമ്മളിവിടെ താറാവുണ്ട് കേട്ടോ, താറാവുണ്ട്. നമുക്ക് പിന്നെ പട്ടിയുടെ പട്ടിയുണ്ട്. പിന്നെ എന്നാ ഉള്ളത്, അതിൻ്റെ കൂട്ടത്തിൽ നോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മുയൽ കുഞ്ഞുങ്ങൾ. അതോടുകൂടി തന്നെ യമു എന്ന് പറഞ്ഞ പക്ഷിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് വെച്ചൂർ പശുവൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, ഈ വെച്ചൂർ പശുവൊക്കെ ഇങ്ങനെ. വെച്ചൂർ പശു കേട്ടോ, വെച്ചൂർ പശു. അപ്പോൾ നമുക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനുള്ള അവസരമാണ്. ഇത്ര അല്ലേ പൊക്കം വയ്ക്കുള്ളൂ. നമുക്ക് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് പച്ചക്കറി വാങ്ങിക്കാൻ തന്നെ ഇവിടെ ഒരു സ്ഥലം നമുക്കുണ്ട് കേട്ടോ. ഒരു ഫ്രൂട്ട് സ്റ്റാൾ പോലെ നമ്മുടെ കറക്റ്റ് എൻട്രൻസിൻ്റെ ഏരിയയിൽ തന്നെയായിട്ട് നമുക്കൊരു ഫ്രൂട്ട് സ്റ്റാളുണ്ട്. ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് നഴ്സറി. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് നടാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഇവിടെ സമീപിക്കാവുന്നതാണ്. പ്ലാന്റ് നഴ്സറി നമുക്ക് കയറി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവേ. ഓക്കെ ചേട്ടാ, നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ കോട്ടയത്ത് നിന്ന്. ഓക്കെ. നിങ്ങൾക്ക് മാംഗോ മെഡോസിനെ പറ്റിയുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഇത്ര അടുത്തൊരു ഇങ്ങനെ ഒരു സംഭവം കിടന്നിട്ട് ആദ്യമായിട്ട് വരാൻ പറ്റിയത്. അതെ, നിങ്ങൾ രാവിലെ വന്നാണോ? ഞങ്ങൾ രാവിലെ അല്ല, ഞങ്ങൾ എത്തിയപ്പോൾ 1 മണിയായി. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾ വന്നൊരു 10 മണി 11 മണി ആയപ്പോഴും വന്നാൽ, പക്ഷെ നല്ല കണ്ട് തീർക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇത്രമാത്രം ഉണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ എന്താ? ആ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ആളിൽ അമ്മച്ചി വന്നിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരി, അതെൻ്റെ കൂട്ടുകാരിയുടെ അമ്മ വന്നിട്ടുണ്ട്, കൂടാതെ എൻ്റെ കൂട്ടുകാരുടെ ഹസ്ബൻഡ്, കുഞ്ഞ്, ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല അഭിപ്രായമാണ് അല്ലേ? നമുക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊരു സമയം കിട്ടിയില്ല. ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ നല്ല ടൗണിൽ നിന്നൊക്കെ മാറി ഉള്ളിലേക്ക് കയറി ഒരു ദിവസം ഫാമിലി ആയിട്ട് ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നല്ലൊരു സ്ഥലം, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അതെ, നമുക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായി, ഇവിടെയുള്ള ആളുകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു. വീണ്ടും നല്ല വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.